നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലൈഫിൽ അപേക്ഷിച്ചിട്ടും വീട് ലഭിച്ചില്ല. പെരുമഴയത്ത് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കൊതിച്ച് താന്യം ചെമ്മാപ്പിള്ളി വടക്കുമുറിയിൽ ഒരു കുടുംബം. ശക്തമായ കാറ്റിലും മഴയിലും തീരദേശത്ത് വ്യാപകമായ നാശനഷ്ടം. വെള്ളക്കെട്ടും രൂക്ഷം. കനത്ത മഴയെ തുടർന്ന് ഏനാമാക്കൽ റെഗുലേറ്ററിലെ 3 ഷട്ടറുകൾ തുറന്നു. വളയം കെട്ട് ഭാഗികമായി പൊളിച്ചു. വാർത്തയിലേക്ക് വിശദമായി. പെരുമഴയത്ത് 2 പെൺമക്കളുമായി സുരക്ഷിതമായി ഒന്ന് അന്തിയുറങ്ങാൻ കൊതിക്കുകയാണ് താന്യം പഞ്ചായത്ത് 2-ാം വാർഡ് ചെമ്മാപ്പിള്ളി വടക്കുമുറിയിലെ ഒരു കുടുംബം. അറയ്ക്കൽ ഇളയേടത്താട്ടിൽ വാസുദേവനും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് അവശയായ ഭാര്യ സ്മിതയും സ്വസ്ഥമായി ഒന്ന് കണ്ണടച്ചിട്ട് വർഷങ്ങളായി. വീട്ടിലേക്ക് കയറി മുകളിലേക്ക് നോക്കിയാൽ ഭയമാകും. മേൽക്കൂരയെല്ലാം ദ്രവിച്ച് ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥ. ചെറിയ കാറ്റ് വന്നാൽ പോലും ഓടിളകി വീഴുമെന്ന ഭീതിയാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും പഴയ ഫ്ലക്സ് കൊണ്ടും മേൽക്കൂര മറച്ചിട്ടും ഇത്തവണത്തെ കാറ്റിലും മഴയിലും രക്ഷയായില്ല. സ്വന്തമായുള്ള 8.5 സെന്റ് സ്ഥലത്ത് ഒരു വീടിനായി ഇവർ മുട്ടാത്ത വാതിലുകളുമില്ല. 7 വർഷത്തോളമായി ലൈഫ് മിഷനിൽ വീടിനായി നിരന്തരം അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. താന്യം പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് വീട് പാസ്സായിട്ടുണ്ട് എന്ന മറുപടി ലഭിക്കുന്നതല്ലാതെ ഒന്നും നടന്നില്ല. ഈ വഴിക്കൂടൊക്കെ നടന്നു പോവും. അപ്പം ശരിയാക്കി തരാൻ പറച്ചിൽ മാത്രമുള്ള ഒരു കാര്യത്തിന് ഒരാളായിട്ട് വരുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളാ. പിന്നെ ഞാൻ വയ്യാത്തതാ. എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാ. ആൾക്ക് കിട്ടുന്ന കാശുണ്ട് വേണം ഓരോ കാര്യങ്ങൾ നടത്താനായിട്ട്. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും തുക അനുവദിച്ചുമില്ല. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും വീടിന് അപേക്ഷിച്ചിരുന്നു. പക്ഷാഘാതം ബാധിച്ച് ഒരു വശം തളർന്ന സ്മിത 10 വർഷമായി ചികിത്സയിലാണ്. വാസുദേവന് കൂലിപ്പണിയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ ശ്രുതിക്കും +2 വിദ്യാർത്ഥിയായ ശ്വേതയ്ക്കും എന്തു ചെയ്യണമെന്നറിയില്ല. ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 9 വർഷമായി. 9 വർഷം മേലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ആദ്യം തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ്റെ വീടൊക്കെ വിറ്റിട്ട് ആ ഒരു ഷെയറിൽ ആറ്റിന് വിറ്റ് വാങ്ങിയൊരു വീട്. പക്ഷേ ഇതിപ്പോൾ 40 വർഷത്തിന് മേലെ ഇത് കുഴപ്പമുണ്ട്. ഇപ്പോൾ നമ്മൾ 9 വർഷം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നൊരു ഭാഗം തളർന്നിരിക്കുന്ന ആളാണ്. ഇത്രയും നാളും അത് കഴിഞ്ഞിട്ട് ഓരോ മഴ വരുമ്പോൾ തോറും ഇവിടെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങൾ വീട്ടിലും കാര്യങ്ങളും 9 വർഷമായിട്ട് ഇതുവരെ ഒരു ഇതുണ്ടായി. നമ്മൾ കുറേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രാമസഭയിൽ 2-3 വട്ടം വെച്ച് കൊടുത്തു. 3 വട്ടം വെച്ച് കൊടുത്തതും പാസ്സായിട്ട് നമ്മൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും പറയുകയോ ഒന്നും ഉണ്ടായില്ല. പാസ്സായില്ല. പിന്നെ ഫണ്ടില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അത് നമ്മൾ ലൈഫ് മിഷനിൽ 2022 തൊട്ട് വെച്ച് കൊടുത്തു. അന്ന് വന്ന സമയത്ത് പ്രധാനമന്ത്രി ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സാവേ പൈസ കിട്ടേ എന്തെങ്കിലും വന്ന് നോക്കിയേ. മെമ്പറാണെങ്കിലും ഇപ്പോൾ വന്നിട്ട് നോക്കിയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ ആള് പോയി. പിന്നെ ഒരാൾ ഇവിടെ വന്നിട്ട് നോക്കി. ഞങ്ങളിവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇത്രയും നാൾ ഇവിടെ കിടന്നിട്ട് ഞങ്ങളുടെ ഒരു കാര്യം നോക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വരെ ഈ മഴയും കൊണ്ട് ഇവിടെ കിടക്കുക ചെയ്തത്. പിന്നെ അവിടെ പാർട്ടിക്കാർ കുറച്ച് പേര് വന്നിട്ടാണ് ഞങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ട കാര്യത്തിന് മഴയുടെ വിടുന്നത്. ഇന്നലെ തന്നെ ഒരുപാട് ഓടുകൾ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വയ്യാത്ത അമ്മയുള്ളതാ. ഈ നമുക്ക് വേണമെങ്കിൽ ഓടിപ്പോവാം. പക്ഷെ അമ്മയ്ക്ക് ഓടാൻ പറ്റില്ല. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ആശുപത്രി ചെലവ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതന്നെ ഞങ്ങൾ ഓടാനായിട്ട് കടമാഞ്ചേട്ട് ചെയ്യണം. അച്ഛനാണെങ്കിൽ ഇടയ്ക്കിട്ട് പണിയുള്ളൂ. ചേച്ചിക്കാണെങ്കിലും ചേച്ചിയുടേതായിട്ടുള്ള വയ്യായികളും കാര്യങ്ങളും ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാണ്. 10-22 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ആൾക്ക് ഒരുപാട് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരുപാട് ആശുപത്രി ചെലവ് വരുന്നുണ്ട്. അമ്മയ്ക്കായാലും ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് ഒരു ഇതില്ലാണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. രോഗബാധിതയായ അമ്മയെ പരിചരിക്കേണ്ടതിനാൽ ശ്രുതിക്ക് പഠനം തുടരാനും ജോലിക്ക് ശ്രമിക്കാനുമായിട്ടില്ല. ഭാര്യയുടെ ചികിത്സാ ചെലവുകളും മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും ജീവിത ചെലവും കഴിഞ്ഞാൽ പിന്നെ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് വാസുദേവൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഇവർക്ക് പഞ്ചായത്തിൽ നിന്നുള്ള പാലിയേറ്റീവ് പരിചരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എനിക്ക് അത്രയും
സങ്കടം തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ആ കുട്ടിയോട് അമ്മ വന്നിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ തളർന്നിരിക്കുന്ന ഒരാളാണ്. വേറെ സാമ്പത്തിക ശേഷി അതിൽ അച്ഛൻ കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് ഉപജീവനം. ഇപ്പോൾ രണ്ടാളും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ഒരു വീട് ഒരു സ്വപ്നം തന്നെയാണ്. ആ ചേച്ചിയുടെ അവസ്ഥ അത്രയും മോശമാണ്. ആ തുടക്കത്തിലൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഏത് വോട്ടിൻ്റെ ആ സമയത്ത് ആൾക്കാർ വരുമ്പോഴും ഞാൻ പറയും ഇവർക്കൊരു വീട് ഇട്ടാൽ ഞങ്ങൾക്കേ തന്നില്ല. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടില്ല. മെമ്പർ ഈ വശത്തേക്ക് കടക്കൂല, ഒരാളുമില്ല പഞ്ചായത്തിൽ നിന്ന്. പ്രദേശത്തെ BJP ഭാരവാഹിയായ സുരേഷ് ബാബുവിന് വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ശ്വേത അയച്ചുകൊടുത്ത വീഡിയോയിൽ നിന്നാണ് ഇവരുടെ ദയനീയാവസ്ഥ പുറം ലോകം അറിഞ്ഞത്. ഉടൻ തന്നെ BJP പ്രവർത്തകരായ സന്തോഷ് തണ്ടാശ്ശേരി, സുരേന്ദ്രൻ കുട്ടുമാക്കൽ, ബിജു പൊന്നമ്പലത്ത്, CR രാധിക എന്നിവർ സ്ഥലത്തെത്തി ഇവരെ താൽക്കാലികമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളം വീഴുക, മഴ പെയ്യുന്നമാതിരി തന്നെ വെള്ളം മുകളിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, തുടർന്ന് ഓടുകൾ ഇങ്ങനെ വീണ് അതുണ്ട്. ഞങ്ങൾ തിരിച്ച് അപ്പം അപ്പനിക്ക് വരാൻ പറ്റില്ല. ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് അപ്പനെ എല്ലാം കൂടി ഇവിടെ വന്നു. നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പം നമ്മൾ വേറെ കൂട്ടുകാരുടെ BJP-കാരൻ തന്നെയാണ് വിളിച്ച് അവനെ വിളിച്ചപ്പോൾ അവൻ ഒറ്റയ്ക്ക് താമസിക്കാനാണ്. അതുകൊണ്ട് പറഞ്ഞ ഇന്നത്തെ രാത്രി അവർക്ക് ഒരു ഷെൽട്ടർ ഒരുക്കാൻ പറ്റുമോ നോക്കി അവൻ സമ്മതിച്ചു. ഇന്നലെ തന്നെ മാറ്റി ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു വീട് ശരിയാക്കിയിട്ടുണ്ട്. അതിപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. വാർഡ് മെമ്പറോട് പണ്ടൊന്നും യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഇതായിരിക്കും ഇവരെ അനുഭവമാണ്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ജീവിതമാണ് ഇവർ. ഇവർ അച്ഛനെ നമ്മൾ വളരെ അടുപ്പുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ BJP പ്രവർത്തകർ മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ. ഇവിടെ വേറൊരു കാര്യത്തിനൊരു വാർഡ് മെമ്പറോ വേറെ ആൾക്കാരോ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും തീരദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി വൈദ്യുതി കാലുകളും വ്യാപകമായി തകർന്നിട്ടുണ്ട്. തൃപ്പയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകൾ പലതും നിലംപൊത്തി. താന്യം കിഴിപ്പള്ളിക്കര മേഖലയിൽ വ്യാപകമായി മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. കിഴിപ്പള്ളിക്കരയിൽ പലയിടത്തും ഗതാഗതം മുടങ്ങി. ചിറക്കൽ, കുറുമ്പിലാവ്, പഴുവിൽ മേഖലകളിലും വ്യാപകമായി മരങ്ങൾ വീണ് വൈദ്യുതി കാലുകൾ തകർന്നിട്ടുണ്ട്. വാഴ, കവുങ്ങ് ഉൾപ്പെടെ വീണ് കൃഷിനാശവുമുണ്ട്. നാട്ടികയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം. നാട്ടിക ജുമാ മസ്ജിദിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങളും തെങ്ങുകളും വീണു. മൈത്രി റോഡ്, നാട്ടിക ബീച്ച്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം എന്നിവിടങ്ങളാണ് മരങ്ങൾ റോഡിലേക്ക് വീണത്. മരങ്ങൾ റോഡിലേക്കും വൈദ്യുതി ലൈനിലേക്കും വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലായി. ഗതാഗതവും തടസ്സപ്പെട്ടു. നാട്ടിക ഫയർഫോഴ്സും KSEB ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. കനത്ത കാറ്റിലും മഴയിലും ചന്ദ്രാപിന്നിയിൽ മരം വീണ വീടിന് നാശനഷ്ടം. എടത്തിരുത്തി 11-ാം വാർഡ് ചന്ദ്രാപിന്നി SN വിദ്യാഭവന് കിഴക്ക് വശം മണ്ടത്തറ ബിജുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലാണ് പറമ്പിലെ മാവ് വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ ഓടിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. ചുമരിനും വിള്ളൽ വീണിട്ടുണ്ട്. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നി മാരാത്ത് മദൻമോഹന്റെ വീട്ടുപറമ്പിലെ മരങ്ങൾ മറിഞ്ഞു വീണു. 2 വലിയ പ്ലാവ്, തെങ്ങ്, കവുങ്ങ്, ചാമ്പ, ജാതി, വാഴ എന്നിവ നിലംപൊത്തി. ഇലക്ട്രിക് ലൈനും തകരാറിലായിട്ടുണ്ട്. പലയിടത്തും മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും പൊട്ടിക്കിടക്കുകയാണ്. 2 ദിവസമായി വൈദ്യുതി ബന്ധവും തകരാറിലാണ്. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നിയിൽ മരം കടപുഴകി വീണു. ദേശീയപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ കൂറ്റൻ മരമാണ് കടപുഴകിയത്. തിങ്കളാഴ്ച രാത്രി വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് മരം വീണത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ദേശീയപാതയിലൂടെ പോയിരുന്ന ടൂറിസ്റ്റ് ബസിന് മുകളിൽ മരക്കൊമ്പ് വീണെങ്കിലും ആർക്കും പരിക്കില്ല. മരം വീണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. KSEB അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ലഭിച്ച തുക കൊണ്ട് 300ഓളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ നോട്ട്ബുക്ക് വിതരണം നടത്തി എടത്തിരുത്തി പല്ല ഫ്രണ്ട്സ് ക്ലബ്ബ്. എടത്തിരുത്തി പല്ല ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ബാക്കി വന്ന തുക കൊണ്ട് പൈനൂർ, പല്ല, കല്ലങ്കടവ് പ്രദേശത്തെ 300ഓളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നോട്ട്ബുക്ക് വിതരണവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവും നാട്ടിക ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തന ക്ലാസും സംഘടിപ്പിച്ചത്. മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണറും CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഖ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ്ബ് ചെയർമാൻ ഷമീർ എളയടത്ത് അധ്യക്ഷത വഹിച്ചു. ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ അൻസാർ, ഫെബിൻ എന്നിവർ ക്ലാസ് നയിച്ചു. ഫ്രണ്ട്സ് ക്ലബ്ബ് കൺവീനർ സുജിത്ത് വടശ്ശേരി, വാർഡ് മെമ്പർ PH ബാബു, മണപ്പുറം ഗ്രൂപ്പ് CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ,
PA അസീസ്, ഉമ്മർ കടവിൽ, സുനിൽ അരയമ്പറമ്പിൽ, സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു. CJ രജീഷ്, PK സുരേഷ്, KR ഷൈൻ, PM ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങളെ വിളിച്ചു കൂടാനായിട്ടുള്ള ഇങ്ങനത്തെ നിങ്ങൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തു വന്നതല്ല. നിങ്ങളവിടെ കാണാൻ വേണ്ടി വേറെ സ്ഥലത്ത് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അത് സാധിക്കേണ്ടായിരുന്നു. ഇവിടെ വന്ന് കൂടിയതാണ്. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ചെറിയ മക്കളോടാണ് പറയുന്നത്. നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകളും ആ ബന്ധം അതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് വലുതാകുമ്പോഴാണ് പ്രശ്നം. ഞങ്ങളൊക്കെ 82 പഠിച്ചതാണ്. എന്തായാലും അതിനൊക്കെ ഉപരി ഇന്നിവിടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീട്ടുകളിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഭവിക്കുന്ന അപകടം. ഇത് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഗ്യാസ് ഇല്ലാത്ത വീടുകളില്ല. ഗ്യാസ് ഉപയോഗിക്കുന്ന രീതികൾ എങ്ങനെയാണ്? മറ്റു വാർത്തകൾ നോക്കാൻ വേണ്ടി വേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃത്തല്ലൂർ മീൻചന്ത റോഡും അനുബന്ധ പാലവും 2 വർഷത്തിലധികമായി തകർന്നു കിടക്കുന്നതിൽ ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. പഞ്ചായത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ളവർക്കും തൃത്തല്ലൂരിലുള്ള ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഇതുമൂലം ദുരിതമാണ്. ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിന് അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ അനിയന്ത്രിതമായ ഓട്ടം മൂലം മീൻചന്ത റോഡ് കുണ്ടും കുഴിയുമായി. പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നു. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഈ പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള ഏംഗൽസ് റോഡ് പുതുക്കി പണി തുടങ്ങിയത് പാതി വഴിയിൽ നിർത്തിയതുകൊണ്ട് ഗതാഗത യോഗ്യമല്ലാതായതും യാത്രക്കാരെ വലയ്ക്കുന്നു. അധികൃതരുടെ അനാസ്ഥയിലും കെടുകാര്യസ്ഥതയിലും നിസ്സംഗതയിലും പ്രതിഷേധിച്ച് ജനകീയ സംരക്ഷണ സമിതി കൺവീനർ ഖാദർ ചേലോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ ഭാസ്കരൻ നായർ, ജയതിലകൻ ചാളിപ്പാട്ട്, RA സെയ്ദു മുഹമ്മദ്, ആനന്ദൻ തേറമ്പിൽ, ജോർജ് PK, ജസീൽ ജലാൽ, ഹബീബ് കോയത്തങ്ങൾ, സുരേഷ് തച്ചപ്പുള്ളി, ബീന ഹരി, രമ KV, സുശ്രുത ബാബു, NPK കുട്ടി, സേതു കളപ്പുരയിൽ, അഫ്സൽ മണപ്പാട് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VR മോഹൻദാസിന്റെ കൃഷിയിടത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ജില്ലാ പ്രസിഡന്റ് MB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. AIKS വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട് അധ്യക്ഷനായി.
CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി BC കിഷോർ, സംസ്ഥാന വനിതാ കർഷക സമിതി അംഗം സീന കണ്ണൻ, KV ഹിരൺ, BS ഗംഗാധരൻ, TMC രാജൻ, കൃഷ്ണൻ കല്ലറയ്ക്കൽ, BR രഘുലാൽ, BV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കർഷകനായ മോഹൻദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. കനത്ത മഴയെ തുടർന്ന് ഏനാമാക്കൽ ഫേസ് കനാലിലെ വാട്ടർ ലെവൽ ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഏനാമാക്കൽ റെഗുലേറ്ററിലെ 3 ഷട്ടറുകൾ തിങ്കളാഴ്ച വൈകിട്ട് തുറന്നു. വളയം കെട്ടിന്റെ നടുഭാഗം പൊട്ടിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാവിലെ ഏനാമാക്കൽ റെഗുലേറ്ററിൽ 70 സെന്റിമീറ്റർ വാട്ടർ ലെവലാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ തിങ്കളാഴ്ച പരിശോധിച്ചപ്പോൾ 110 സെന്റിമീറ്റർ വാട്ടർ ലെവൽ ഉയർന്നതായി കണ്ടെത്തി. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിക്കുകയായിരുന്നു. മൊത്തം 15 ഷട്ടറുകളാണുള്ളത്. ഇടിയഞ്ചിറ കരകവിഞ്ഞതിനെ തുടർന്ന് വളയംകെട്ട് ഭാഗികമായി പൊട്ടിയിരുന്നു. തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് തിങ്കളാഴ്ച വളയംകെട്ടിന്റെ ബാക്കി ഭാഗം പൊട്ടിച്ചത്. സമാന സാഹചര്യം ഏനാമാക്കൽ വളയംകെട്ടിലും രൂപപ്പെട്ടേക്കാം എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് അധികൃതർ വളയംകെട്ട് പൊട്ടിച്ച് അധിക ജലം കടലിലേക്ക് ഒഴുക്കിവിട്ടത്. കൊച്ചി കപ്പൽ അപകടം തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പുമായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് ജില്ലയിലെ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. തീരത്ത് അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നർ എന്നിവ കണ്ടാൽ തൊടുകയോ അടുത്ത് പോവുകയോ ചെയ്യരുത്. 200 മീറ്ററെങ്കിലും അകലം പാലിക്കുകയും എമർജൻസി നമ്പറായ 112 വിളിച്ച് അറിയിക്കുകയും വേണമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനത്തിൽ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി BG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, EV രാമകൃഷ്ണൻ, ബാബു കുന്നത്തുള്ളി, ജിഷ സുരേന്ദ്രൻ, സെൽജി ഷാജു, ഇന്ദിര ഉത്തമൻ, KA ബാബു എന്നിവർ സംസാരിച്ചു. മറ്റൊരിടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വാടനപ്പള്ളി ഇസ്രയുടെ മൊബൈൽ ആപ്പ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു.
ഇസ്ര +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത്. മനുഷ്യരുടെ സുരക്ഷിത ജീവിതത്തിന് ഉപയുക്തമായ രൂപത്തിൽ സാങ്കേതിക രംഗത്ത് മികച്ച പരിശീലനം ലഭിച്ച് ഉന്നതിയിലെത്താൻ വിദ്യാർത്ഥികൾ പരിശ്രമിക്കണമെന്ന് കാന്തപുരം ഉദ്ബോധിപ്പിച്ചു. കാരന്തൂർ മർക്കസിൽ നടന്ന ചടങ്ങിൽ ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടനപ്പള്ളി, ട്രഷറർ ഹംസ ഹാജി, മുദരിസുമാരായ ജുനൈദ് നൂറാനി, ഉബൈദ് നൂറാനി, അസീസ് റഹ്മാനി എന്നിവർ സംബന്ധിച്ചു. സ്വന്തമായി ആപ്പ് ഡെവലപ്പ് ചെയ്ത മുഹമ്മദ് സിനാൻ, സയ്യിദ് മുഹമ്മദ് മുയിനുദ്ദീൻ, സയ്യിദ് ജലാൽ യാസിർ, മുഹമ്മദ് ഹംദാൻ ഹുസൈൻ, അലി റാഷിദ് അബ്ദുസലാം, മുഹമ്മദ് മുർഷിദ് മുസ്തഫ എന്നിവരെ കാന്തപുരം പ്രത്യേകം അഭിനന്ദിച്ചു. വാടനപ്പള്ളി പഞ്ചായത്തിലെ കാലങ്ങളായി തകർന്നു കിടക്കുന്ന പ്രധാന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത LDF ഭരണസമിതിക്കെതിരെ BJP വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. വാടനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ആമുഖ പ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി IK മുകുന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭഗീഷ് പൂരാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി, KB ശ്രീജിത്ത്, മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, മണ്ഡലം ട്രഷറർ ദിവിൻദാസ് P തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികം വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണം, പ്രഭാഷണം എന്നിവയുണ്ടായി. അനുസ്മരണ സമ്മേളനം മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. AM നൂറുദ്ദീൻ, CM ശിവപ്രസാദ്, REA നാസർ, IP പ്രഭാകരൻ, ML സെബാസ്റ്റ്യൻ, PD ബെന്നി, CM രഘുനാഥ്, PK ഉസ്മാൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, NJ സേവിയർ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് പൂത്രിക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മെയ് 30 വെള്ളിയാഴ്ച മുതൽ ജൂൺ 5 വ്യാഴാഴ്ച വരെ ആഘോഷിക്കുമെന്ന് പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ KK സൂര്യനാരായണൻ, വൈസ് പ്രസിഡന്റ് സുഷമ സുനിൽ, ജോയിന്റ് സെക്രട്ടറി അജിത ശ്രീനിവാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന കലാസാംസ്കാരിക സമ്മേളനത്തിന് ഉദ്ഘാടനം ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കും. ക്ഷേത്രം ട്രസ്റ്റി അംഗമായിരുന്ന CP മുകേഷ് നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ചെങ്ങന്നൂർ മന ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടക്കും. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് മണലൂർ ഗോപിനാഥിനെ ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നരസിംഹ ജ്യോതി പുരസ്കാരം നൽകി ആദരിക്കും. തുടർന്ന് ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടം തുള്ളലും അരങ്ങേറും. ശനിയാഴ്ച വൈകിട്ട് 7-ന് കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും തുടർന്ന് ക്ലാസിക്കൽ ഡാൻസും, ജൂൺ 1-ന് വൈകിട്ട് 6:30 ടീം കിടിലം കൈകൊട്ടിക്കളി സംഘവും മയൂഖ കാരമുക്കും അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും കാഞ്ഞാണി ശിവപ്രിയ നാട്യകല അവതരിപ്പിക്കുന്ന നൃത്താർച്ചനയും ഉണ്ടായിരിക്കും. 2-ന് വൈകിട്ട് 5 മണിക്ക് ശുദ്ധിക്രിയകൾ നടത്തും. രാത്രി 7 മണിക്ക് തിരുവാതിരക്കളിയും ഉണ്ടാകും. 3-ന് വൈകിട്ട് 7 മണിക്ക് ടീം ഒഫൻഡേഴ്സ് അച്ഛന്മാരും മക്കളും, ബെസ്റ്റ് നൈബേഴ്സ് ഫാമിലി കാരമുക്ക്, ആവണി തെക്കേക്കര നാട്യവേദ വനിതാ കൂട്ടായ്മ എന്നീ ടീമുകൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും. ജൂൺ 4-ന് ദേശത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാദിനമായ 5-ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, കളഭാഭിഷേകം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, മേളം, പ്രസാദ ഊട്ട് എന്നിവ നടത്തും. മേളത്തിന് വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാർ പ്രമാണം വഹിക്കും. വൈകിട്ട് 6 മണിക്ക് ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പാനക നിവേദ്യം, തുടർന്ന് തായമ്പകയും നടത്തും. വൈകിട്ട് 7 മണിക്ക് ദേശത്തെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും. രാവിലെ 6 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കും. 7 മണിക്ക് ഉഷപൂജ, 7:30-ന് കളഭാഭിഷേകം. അത് താന്ത്രിക വിധിപ്രകാരം വെള്ളിക്കുളത്തിലെ നർസക്കുള്ള. ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കെ യുവതി വീട്ടിൽ വെച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകി. ചൊവ്വാഴ്ച രാവിലെ 7:45-നാണ് അന്തിക്കാട് സ്വദേശിനി വാലപ്പറമ്പിൽ മജീദിന്റെയും ആരിഫയുടെയും മകൾ സുമയ്യ പ്രസവിച്ചത്. 29-നാണ് ഡോക്ടർ പ്രസവ തീയതി നൽകിയിരുന്നത്. രാവിലെ ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് യുവതിക്ക് പ്രസവ വേദന വന്നതെന്ന് ഭർത്താവ് കൊടുങ്ങല്ലൂർ സ്വദേശി സമ്മദ് പറഞ്ഞു. ശുചിമുറിയിൽ പോയ ശേഷം വേദന അനുഭവപ്പെട്ടതായി യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ വേഗം പോകാമെന്ന് പറയുകയും ആംബുലൻസ് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ സുമയ്യ പ്രസവിച്ചു. ഉമ്മ ആരിഫയാണ് പ്രസവത്തിന് ഒപ്പം നിന്ന് സഹായിച്ചത്. പക്ഷേ പൊക്കൽക്കൊടി ബന്ധം വേർപ്പെടുത്താനായില്ല. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി എത്തിയ തൃപ്പയാറിൽ നിന്നുള്ള 108 ആംബുലൻസിൽ ഉണ്ടായിരുന്ന നഴ്സാണ് പൊക്കൽക്കൊടി മുറിച്ച് അമ്മയെയും കുഞ്ഞിനെയും വേർപ്പെടുത്തിയത്. 27 വേദന വന്നപ്പോൾ
ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ വണ്ടി വിളിച്ചു. വണ്ടി വന്നു, ഇവിടെ റൂമിൽ പ്രസവം നടന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുക്കിൾപ്പൊടി കട്ട് ചെയ്യാനായിട്ട് ഇവിടെ അന്തിക്കട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നിന്ന്. ഇവിടെ പിന്നെ ആളില്ല. അപ്പോൾ വന്ന ആംബുലൻസ് വിളിച്ചാൽ 108 ആളുണ്ടായിരുന്നു. അതിൽ കട്ട് ചെയ്തു. നേഴ്സുണ്ടായിരുന്നു, കട്ട് ചെയ്ത് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ. ആദ്യത്തെ അനുഭവമാണ് ഒരു അല്ലേ സംഭവം. പണ്ട് കേട്ടിട്ടുണ്ട് അവിടെ ഒരു സംഭവം, ചെറുപ്പത്തിൽ നമ്മള് വൈറ്റാറ്റിയൊക്കെ വന്നിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതായത് പോലീസുകാരനത്തൊക്കെ അതൊരു അമ്മയമ്മന്ന് പറയും. അവര് വരിക, അവര് വന്നിട്ട്. ഇതിപ്പോ ഇന്നലെയാണോ സംഭവം ഉണ്ടായത്? ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. അതെ, 7:45 പ്രസവിച്ചത്. എന്ത് കുട്ടിയാണ്? പെൺകുട്ടിയാണ്. ഇവരെ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. 3.5 കിലോഗ്രാം ഭാരമുണ്ട് സുമയ്യ ജന്മം നൽകിയ പെൺകുഞ്ഞിന്. അമ്മയും കുഞ്ഞും നിരീക്ഷണത്തിലാണെങ്കിലും നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സുമയ്യയുടെ 2ാമത്തെ കുഞ്ഞാണിത്. മൂത്ത കുഞ്ഞ് 1 വയസ്സുകാരൻ ഐസാനാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാചരണം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ചൊവ്വാഴ്ച ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പറനിറയ്ക്കൽ, ശ്രീഭൂതബലി എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 9 മുതൽ ഗജവീരന്റെ അകമ്പടിയോടുകൂടിയ ശീവേലി എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം എന്നിവയുമുണ്ടായിരുന്നു. പഞ്ചാരിമേളത്തിന് മേളകലാനിധി തൃപ്പയാർ അനിയന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. തുടർന്ന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുഷിൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്പയാർ സെന്ററിൽ കാറുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 9:30ക്കാണ് സംഭവം. തൃപ്പയാർ സെന്ററിൽ കാർ മറ്റൊരു കാറിലിടിച്ച് തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ എടമുട്ടം പാലപ്പെട്ടി SN നഗർ സ്വദേശി തൈപ്പറമ്പത്ത് പ്രതാപന്റെ മകൻ പ്രവീണിനെ തൃപ്പയാർ ആക്സ് പ്രവർത്തകർ വലപ്പാട് ദയ എമർജൻസി കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചു. മണലൂർ പൂവശ്ശേരി വേലായുധന്റെ മകൻ ബിജു നിര്യാതനായി. 50 വയസ്സായിരുന്നു. രമിതയാണ് ഭാര്യ. ആവണി, അദ്വൈത എന്നിവരാണ് മക്കൾ. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ലൈഫിൽ അപേക്ഷിച്ചിട്ടും വീട് ലഭിച്ചില്ല. പെരുമഴയത്ത് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കൊതിച്ച് താന്യം ചെമ്മാപ്പള്ളി വടക്കുമുറിയിൽ ഒരു കുടുംബം. ശക്തമായ കാറ്റിലും മഴയിലും തീരദേശത്ത് വ്യാപകമായ നാശനഷ്ടം. വെള്ളക്കെട്ടും രൂക്ഷം. കനത്ത മഴയെ തുടർന്ന് ഏനാമാക്കൽ റെഗുലേറ്ററിലെ 3 ഷട്ടറുകൾ തുറന്നു. വളയം കെട്ട് ഭാഗികമായി പൊളിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.